Hello everyone. Hello everyone. Welcome back to my channel. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ട്രാവൽ പോയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ സ്കൂളിലെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വൈകുന്നേരത്തെ ക്ഷീണമായിട്ട് വിചാരിക്കും ഒരു ദിവസം എന്തായാലും എവിടെയെങ്കിലും പോകണം. അങ്ങനെ പ്ലാൻ ചെയ്തു. ഒറ്റക്ക് പോകാനാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ ആളെ കൂടിക്കൂടി എൻ്റെ അമ്മ, അഭിലാഷിന്റെ അമ്മ, എൻ്റെ അനിയൻ എന്നുള്ളവര് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഷീറ്റ് പോവാന്നുള്ളതിലാണ് പറ്റുന്നത്. ഓടന്നൂർ എത്തി. ഇന്നലെ രാത്രി കീഴാണ്. ഇനി കോയമ്പത്തൂർ അടുത്ത സ്റ്റോപ്പ് കോയമ്പത്തൂർ. നമ്മൾ പുലർച്ചെ 1 മണിക്കാണ് ട്രെയിൻ കയറിയത് കോയമ്പത്തൂരേക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിന്. അമ്മമാരെയും അനിയനെല്ലാം കൂട്ടിയിട്ട് ഞാനാണ് മെയിനായിട്ട് നേതൃത്വം വഹിച്ചിട്ട് പോകുന്നത്. ഇതെൻ്റെയും കൂടി ഐഡിയ ആയിപ്പോയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മുഖം കാണുമ്പം തന്നെ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. നമ്മൾ കോയമ്പത്തൂർ എത്തി. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇഷയിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയി. നമ്മൾ ആദ്യം തന്നെ ഊബർ ഓട്ടോ വിളിച്ചിട്ടാണ് പോയി. പക്ഷേങ്കിൽ ഊബർ അവിടെ ഭയങ്കര പാത്തറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നീട് റെഡ് ടാക്സി വെച്ചിട്ടാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിന്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അന്നപൂർണ്ണ ഹോട്ടലിലാണ്, RS പുരം. ഇതൊക്കെ ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടിട്ട് പോയതാണ്. കാരണം എനിക്ക് അവിടെ എത്തിയിട്ട് ടെൻഷൻ അടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം പ്ലാൻ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ ക്ലീൻ ഹൈജീൻ വൈസ് നല്ലത് തന്നെ. പക്ഷേ ഫുഡ് നമുക്ക് എല്ലാവർക്കും അത്രക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പ്രൈസ് വൈസും കുറച്ചധികം തന്നെയാണ് അവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഊബർ വെറും ഫുഡായിപ്പോൾ. അപ്പം റെഡ് ടാക്സി ട്രൈ ചെയ്തിട്ടുണ്ട്, നോക്കാം. ഇഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല. 1 മണിക്കാണ് ചെക്ക് ഇൻ. പക്ഷേങ്കിൽ നോക്കാം. നമ്മൾ 8 മണിയേ ആയില്ലൂ. ഇങ്ങനെ ഭാഷയുടെ ഒരു എന്താ പറയട്ടെ വല്ലാത്തൊരവസ്ഥയിലുള്ളത്. തമിഴ് പറയാൻ കിട്ടുന്നത് ഇത്ര വരെ വരുന്നുണ്ട്, പിന്നെ വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ തമിഴ് സിനിമയും തമിഴ് സീരിയലും കണ്ടതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് കോയമ്പത്തൂരേക്ക് പാക്ക് ചെയ്തത്. അതൊക്കെ എന്തായാലും തമിഴ് പറയാൻ പറ്റും, കാരണം മലയാളത്തിന് സിമിലർ ആണല്ലോ. പക്ഷേ ആടെ എത്തിയിട്ട് നമ്മൾ പറയുന്ന തമിഴ് അവർക്കും മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അഞ്ചാറ് തമിഴ്. കോയമ്പത്തൂർ ഞാൻ കണ്ടിടത്തോളം ഒരുപാട് വേപ്പ് മരം ഭയങ്കരമായിട്ട് ഉള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിന്. അതേപോലെ കുഞ്ഞു കുഞ്ഞ് തെങ്ങ്, പിന്നെ കവുങ്ങ് തോട്ടം എല്ലാം ഒരുപാട് അവിടെ ഉണ്ട്. നമ്മൾ ചെക്കിന് 1 മണിക്കാണെങ്കിൽ നമുക്ക് വേറെ എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗത്തിൽ എത്തിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തത് കൊണ്ടും നമുക്ക് ഐഡി കാണിച്ചപ്പോൾ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാനും പറ്റി. നല്ല രസമുണ്ട്. നല്ലൊരു എന്താ പറയുക, പ്രകൃതി രമണീയമാണ്. നല്ല നല്ല രസമുണ്ട്. ഇപ്പം ടെൻഷൻ കുറച്ച് കുറവുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എത്തിയതുകൊണ്ട്. പിന്നെ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ല, റൂം നോക്കിക്കൊണ്ടിരിക്കല്ല. ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. ഓർമ്മ സത്യമായിട്ട് ഞാനിങ്ങനെ പറയുന്നത് സ്വപ്നത്തിൽ. നമ്മൾ ഇവിടെ എത്തി. നമ്മൾ കോട്ടേജ് പരതിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ഓരോ ടൈപ്പ് കോട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൽ ശിവപാദത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചെക്കിൻ 1 മണിക്കാണ്. നോക്കാം അതിലിടക്ക് നമുക്ക് ചെക്കിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് ഹെൽപ്പ് ഡെസ്കിൽ അന്വേഷിച്ചു നമുക്ക് റൂം വേഗം കിട്ടാൻ ചാൻസ് ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു 1 മണിക്കാ ചെക്കിനെങ്കിൽ 1 മണിക്കേ നിങ്ങൾക്ക് റൂം കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ടൈം നമുക്ക് ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശ്രമം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിന്. അങ്ങനെ നമ്മൾ ആ ഒരു ടൈം നമ്മൾ ആശ്രമം കാണാൻ വേണ്ടി കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിന്. ഈ ഇഷായോഗ സെന്ററിന്റെ ഉള്ളിൽ ഇങ്ങനെയെല്ലാം ഉണ്ടോ എന്നുള്ളത് അറിയുന്നവർ ചിലരുണ്ടാവും, അല്ല അറിയുന്നവരുണ്ടാവും. അല്ലാണ്ട് ഇത് ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ ഇങ്ങനെയുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ ഇത്രയും കണ്ടതിൽ വെച്ച് മീൻസ് ഇത്രയും വന്നിട്ട് ഇത്ര വരെ എത്തിയുള്ളൂ, ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷെ ഇത്ര വരെ അടിപൊളിയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കുമ്പം ഇതിൻ്റെ വഴിയോ എങ്ങനെയാണ് പോകണ്ടേ, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. പിന്നെ അവിടെ വോളണ്ടിയേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ അങ്ങ് എത്തി. നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ നമുക്കൊരു ടാഗ് തരും കൈക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അവിടുന്ന് മുതൽ നമ്മൾ റിട്ടേൺ ചെക്കൗട്ട് ചെയ്യുന്നത് വരെ നമ്മുടെ കയ്യിലത് ഉണ്ടായിരിക്കണം. നമ്മളിവിടെ എത്തി.
നമ്മള് ഷീസ് ക്യാമറ ഷൈ. പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് നമ്മളെ ചെക്കിന് ലേറ്റ് ആയതുകൊണ്ട് 12 മണിയായതുകൊണ്ട് അവർ പറഞ്ഞു നമ്മളോട് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ നടക്കണ്ട, പിന്നെ കാളവണ്ടിയുണ്ട്, കാളവണ്ടി 5 മിനിറ്റിനുള്ളിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം കാളവണ്ടി കിട്ടുമോ ഇല്ലയോ നോക്കാം. ഇനി കാളവണ്ടിയിലൂടെ യാത്ര. എന്താണ് ഇല്ല നമ്മളിവിടെ അതായത് ചെക്ക് ഇൻ ചെയ്യാനെത്തി. കുറച്ച് നേരത്തെ എത്തി, അതുകൊണ്ട് 12 വരെ കാത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ സമയം 12:15 ഇനി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കാത്തിക്കട്ടെ. ലെറ്റ്സ് സീ ഹൗ ദ റൂംസ് ആർ. ഇതാണ് നമ്മളെ റൂം, ഫാമിലി റൂമാണ് നമ്മളെടുത്തിന്. ഇത് പിന്നെ ഇങ്ങനെ പോയാൽ ഇത് വേറൊരു ഫാമിലിക്കും കൂടി കിടക്കാം. പിന്നെ ബാത്റൂം ഇസ് ദിസ്. അത്യാവശ്യം നല്ല ഇതാണ്. എൻ്റെ സൂട്ട് കേസ് ലോക്കായി പോയി. അമ്പാടിയാണ് ശരിയാക്കി തരുന്നത്. നമ്മളെല്ലാവരും റെഡിയായിരിക്കുന്നു. ഇനി ഇന്ന് ആശ്രമം വിസിറ്റാണ്. ആശ്രമത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഗൈഡ് വരുമ്പോൾ, അപ്പം അതെല്ലാം നമുക്ക് കാണിച്ചു തരും. നമ്മളെല്ലാം പോകാൻ പോക്കാന്ന് ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഷോ ആക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലെല്ലാം കുറേ മല, നല്ല രസമുള്ള മല. ആശ്രമത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ സ്റ്റേ കുറച്ച് ദൂരമായതുകൊണ്ടും പിന്നെ ഓരോ സ്ഥലം കുറച്ച് ഓരോരോ ഭാഗത്താണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യാം. ഐ മീൻ ആശ്രമത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ആക്സസ് ചെയ്യാം. നമ്മളിവിടെ നദി കോട്ടേജിലേക്ക് പോകാൻ വേണ്ടി പോക്കാം. ഇവിടെ ആശ്രം ഗൈഡൻസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ അമ്മമാരെ രണ്ടാളെയും വണ്ടിയിൽ കയറ്റി ബുള്ളക്കാട്ടിലേക്ക് കയറ്റിയിട്ട് നമ്മളെ രണ്ടാൾ ആ ബുള്ളക്കാർട്ട് വരെ അവിടെ കാത്തിക്കുന്നു. അതാ അമ്മമാർ പോകുന്നു, അതാ അമ്മമാർ പോകുന്നു. കണ്ടിട്ടില്ല. നിലവിൽ ഗൈഡ് വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, ആശ്രമത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്. നമുക്ക് പിന്നെ ആദിയോഗി കാണാൻ വേണ്ടി പോകാം. ആദിയോഗീൻ്റെ സ്റ്റാച്യു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ 7 PM to 7:40 വരെ ഉണ്ട്. And my അമ്മ is so tired. കുറേ നടന്നോണ്ട് she was so tired and I bought her some ice cream and she is now happy. They are also. ഇത് ഇത് ഇഷ യോഗ സെൻറ്റർ. ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് അത് വിൽക്കുന്നതല്ല, എൻ്റെ നേരെ ഇപ്പുറത്ത് ആദി യോഗി സ്റ്റാച്യു. അതേപോലെ ഇതുണ്ട്, ഈ ബുള്ളക്കാർട്സ് ഉണ്ട്, നല്ല കാണാൻ നല്ല രസമാണ്, വെറൈറ്റിയാണ്, എല്ലാവർക്കും ഫ്രീ ആണിത്.
ഇതേപോലത്തെ ബുള്ളക്കാട്ടിൽ നടക്കാൻ പറ്റുന്നവർക്ക് അതിലോട്ട് നടക്കാൻ പറ്റും. നമ്മൾ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഇവിടെ കുറേ നടന്ന് കാണാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബുള്ളക്കാട്ടിലാണ് പോകുന്നത്. ഇതിൻ്റെ ഇവിടെ വരുന്നവർ ഇത് മാത്രമല്ല കണ്ടത്, ഒരുപാട് എന്താ പറയണ്ടേ, ഇതിൻ്റെ ഉള്ളിൽ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. ഫ്രീ യോഗ ക്ലാസ്സസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ വേർത്തിട്ടാണ് സംഭവം. നല്ല രസമാണ്. ഒരു ദിവസം എക്സ്പീരിയൻസ് എന്തായാലും ചെയ്യണം. നല്ല രസം. എന്താണ് പറയാനുള്ളത്? രാവിലെ ഒന്ന് ടെൻഷനായെങ്കിലും ഇപ്പോൾ എന്ത് തോന്നുന്നു? രാവിലെ ഒന്ന് ടെൻഷനായെങ്കിലും ഇപ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങള് ടെൻഷനായിട്ടില്ല? രാവിലെ എൻ്റെ ടെൻഷൻ കണ്ടിട്ട് ഞാൻ ഇവരോട് രണ്ടാളോടും ചോദിച്ചു ഇവർക്ക് ടെൻഷൻ ഉണ്ടോ. അപ്പോൾ എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മ പറയും ആ ടെൻഷൻ ഉണ്ട്, നിന്റെ പേരല്ലേ വരുന്നത്. എൻ്റെ അമ്മായി അമ്മ പറയും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. എന്താണ് പറയാനുള്ളത്? അടിപൊളി. ആരെ ഇത് പ്ലാൻ ചെയ്തത്? നിന്റെ അമ്മയമ്മ. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, പക്ഷെ രാവിലെ വന്നിടത്തത് ടെൻഷൻ ആയിരേ. ഇപ്പൊ ശരി, ഇനിയിപ്പൊ നാളെ അത് അതാ മരമൊക്കെ അതിന്റെ മേലെല്ലോ താമസിക്കുന്നത്. ബാക്ക് സൈഡ് കണ്ടില്ല, ഇനി മുമ്പ് ഭാഗം കാണാം. നിന്റെ കുരുവേ കാണുന്നുള്ളൂ. ഇതെങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. നേരിട്ട് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിലപ്പുറം എനിക്കൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ ഈ താജ്മഹലിൽ ആദ്യമായിട്ട് കാണുന്നില്ലേ, അതേ ഫീലിംഗ് ആണ് ഇത് ഇങ്ങനെ കാണുന്നത്. ഇത് കാണുമ്പം ഐ ജസ്റ്റ് മിസ് വൺ പേഴ്സൺ. എന്റെ വിനീത ടീച്ചറുണ്ട്, ഭർത്താവിനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഷീസ് എ ഗ്രേറ്റ് ഡിവോട്ടി ഓഫ് ലോർഡ് ശിവ. അപ്പൊ ശിവനെ അത്രക്കും ഭയങ്കര ഇഷ്ടമുള്ള, ശിവനെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് വിനീത ടീച്ചർ. അപ്പം ആക്ച്വലി ഐ മിസ് ഹർ. ഇത് കാണും. We
ആർ വെയിറ്റിംഗ് ഫോർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. அமர்வதை தவிர்க்கவும். சில நிமிடங்களே நடக்க இருக்கும் இந்த நிகழ்வினை அனைவரும் அமர்ந்து ரசிக்குமாறு கேட்டுக்கொள்கிறோம். It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had. Shambha Shambha Mahadevaya. രാവിലെ മുതലേ ഉള്ള നടത്തത്തിന് ശേഷം ഇവരൊക്കെ റെസ്റ്റ് എടുക്കലാണ്. ഇവൻ ദോ ദേ ആർ വർക്കിംഗ്. അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. രാവിലെ മുതലേ പണിയെടുത്ത് എന്തുണ്ട് ഉഷാറല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ ശരി. ഇന്നത്തെ പ്രയാണത്തിന് ശേഷം നമ്മൾ വീണ്ടും റിട്ടേണിംഗ് ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് സ്റ്റേ. ഇന്നത്തെ യോഗ ആദിയോഗി യോഗ സെൻറ്റർ, ആദിയോഗി ലൈറ്റിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഫുഡും കഴിച്ചിട്ട് റൂമിലേക്ക് പോകും. ബാക്കി നാളെ. അപ്പം ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. താങ്ക് യു.